ഇപ്പോൾ ധാരാളം അമീബിക് മെനിഞ്ചോഎൻസെഫലൈറ്റിസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് പേടിക്കേണ്ട അസുഖമാണോ എന്നുള്ളത്. തീർച്ചയായിട്ടും പേടിക്കേണ്ട അസുഖം തന്നെയാണ്. കാരണം അതിന്റെ മോർട്ടാലിറ്റി റേറ്റ് അഥവാ അതിന്റെ മരണനിരക്ക് മറ്റ് മെനിഞ്ചോഎൻസെഫലൈറ്റിസിനെക്കാട്ടിലും വളരെയധികം കൂടുതലാണ്. ആഗോളതലത്തിൽ അതൊരു 90-95% വരും. അതായത് 10 പേർക്ക് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ 9 പേര് എങ്കിലും മരിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പക്ഷെ കേരളത്തിൽ നമ്മുടെ ചികിത്സാ രീതികളൊക്കെ കുറെ കൂടെ ബെറ്റർ ആയതുകൊണ്ട് നമ്മുടെ മരണനിരക്ക് ആഗോളതലത്തിനേക്കാളും കുറച്ച് കുറവാണ്. എന്നാലും നമ്മൾ അധികം സൂക്ഷിക്കേണ്ട ഒരു അസുഖമാണ് അമീബിക് മെനിഞ്ചോഎൻസെഫലൈറ്റിസ്. അപ്പോൾ ഇത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ അമീബിക് മെനിഞ്ചോഎൻസെഫലൈറ്റിസ് വരുന്നത് കൂടുതലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഈ അമീബ നമ്മുടെ ശരീരത്തിലേക്ക് മൂക്ക് വഴി ബ്രെയിനിലേക്ക് കയറുന്നത്. അപ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് കഴിവതും ഒഴിവാക്കുക. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ ഡൈവ് ചെയ്യാനോ ജമ്പ് ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ട് ഈ കുളിക്കുന്ന സമയത്ത്. അപ്പോൾ അത് കഴിവതും ഒഴിവാക്കുക. കാരണം കൂടുതൽ വെള്ളം മൂക്കിലേക്ക് കയറാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാട്ടോ. അതേപോലെ നമ്മൾ അലർജിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ മൂക്ക് വെള്ളം കൊണ്ട് പൈപ്പിലെ വെള്ളം കൊണ്ട് കഴുകുന്ന ഒരു സ്വഭാവം ചില ആൾക്കാരെങ്കിലും ഉണ്ട്. അതും തീർത്തും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി അഥവാ ഈ അഴുക്ക് വെള്ളത്തിലൊക്കെ നീന്തേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ തല പൊക്കി വെച്ച് മാത്രം നീന്തുക. അതേപോലെ തന്നെ പ്രധാനമാണ് ഈ വെള്ളത്തിലേക്ക് കുളിക്കാൻ ഇറങ്ങുമ്പോൾ അതിന്റെ അടിത്തട്ടിലുള്ള അഴുക്കെല്ലാം കൂടെ കുത്തി ഇളക്കുന്ന പരിപാടി പിള്ളേർക്കുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം അങ്ങനെ കുത്തി ഇളക്കുമ്പോഴായിരിക്കും ഈ അമീബയൊക്കെ അതിൽ നിന്ന് ഇളകി നമ്മുടെ മൂക്കിലേക്ക് കയറാനുള്ള ഒരു സാധ്യത കൂടുതൽ. ഇനി നമ്മുടെ വീട്ടിലെ പൈപ്പിലെ വെള്ളത്തിലും ടാങ്കിലെ വെള്ളത്തിലൊക്കെ അമീബ ഉണ്ടോ എന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നാം. ഉണ്ട് എന്ന് തന്നെ ആണ് അതിന്റെ ആൻസർ. കാരണം കാലങ്ങളോളം നമ്മുടെ പൈപ്പും ടാങ്കും ഒക്കെ കഴുകാതിട്ടിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പിന്റെ ഉള്ളിലൊക്കെ ചെറിയൊരു പാട പോലെ ഒരു മെംബ്രെയിൻ ഫോം ചെയ്യും. ആ മെംബ്രെയിനിൽ ഈ അമീബയ്ക്ക് വളരാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്നും അമീബിക് സ്പ്രെഡ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീടുകളിലെ പൈപ്പുകളും ടാങ്കുകളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 2 വർഷമായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ലീൻ ചെയ്യുക. ഇനി അതുപോലെ പ്രധാനമാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. മുമ്പ് നമ്മൾ വിചാരിച്ചിരുന്നു സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിൽ നിന്ന് അമീബിക് മെനിഞ്ചോഎൻസെഫലൈറ്റിസ് വരില്ലെന്ന്. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് പൂളുകൾ, റിസോർട്ടുകളിലെയും സ്വിമ്മിംഗ് ട്രെയിനിങ് നടക്കുന്ന സ്ഥലങ്ങളിലെയൊക്കെ പൂളുകൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മാർഗനിർദ്ദേശം ഗവൺമെന്റ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് എല്ലാ ദിവസവും ഈ പൂള് ക്ലോറിനേറ്റ് ചെയ്യണമെന്നും ആ ക്ലോറിനേഷന്റെ അളവും ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 0.5 മില്ലിഗ്രാം ക്ലോറിൻ വരുന്ന രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഏകദേശം നമുക്കൊരു വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഒരു ക്ലോറിന്റെ മണവും അതിന്റെ ഒരു രുചിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം അതിൽ ആവശ്യത്തിന് ക്ലോറിൻ ഉണ്ടെന്ന് നമുക്ക് ഒരു ഗ്രോസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ഈ സ്ഥലങ്ങളിലെല്ലാം ക്ലോറിനേറ്റ് ചെയ്യുന്നതിന്റെ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ നീന്തലിന് വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ വേണം നിർബന്ധമായിട്ടും വിടാനായിട്ട്. കാരണം ഈ ഒരു അസുഖം വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു അസുഖമാണ്. നമുക്ക് വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്ത് ഭേദപ്പെടുത്താനുള്ള ചാൻസ് വളരെ